എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളാട്ടോ. അപ്പോൾ ക്യാബേജ് തോരൻ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നീളം തന്നെ നൈസാക്കി നുറുക്കിയതിന് ശേഷം 3 പച്ചമുളകും പിന്നെ ഒരു സബോളയും എടുത്തിട്ടുണ്ട്, ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നൈസാക്കി നുറുക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ പാൻ വെച്ച് നമുക്ക് കടുക്, മുളക്, ഉഴുന്നും പരിപ്പും നമുക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് ആ വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇടാട്ടോ. ഇഞ്ചി, പച്ചമുളക്, പിന്നെ സബോളയും കറിവേപ്പിൻ്റെ ഇലയും ഇടാട്ടോ. നമുക്ക് ഉപ്പിടാം, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാബേജ് അതിലേക്ക് ഇട്ടു. ഇതിന് വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഉണ്ടെങ്കിൽ നീളനെ നുറുക്കി നൈസാക്കി നുറുക്കിയിട്ട് വേണമെങ്കിൽ അതിലിടാം കേട്ടോ. ക്യാരറ്റ് ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടില്ല കേട്ടോ. അതിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നാളികേരം ചതച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇടാനായിട്ട്. ഇതിന് തുറന്നിട്ട് നമുക്ക് പിന്നെ ഞാൻ അടച്ച് വയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു പ്രാവശ്യം നമുക്ക് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇനി നമുക്ക് ഇങ്ങനെ തുറന്ന് വെച്ച് ഒന്ന് പൊത്തി വെച്ചിട്ട് വേവിക്കാവുന്നതുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ നാളികേരം ഇട്ടപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഉപ്പേരി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ഞാൻ പപ്പടം, കൊണ്ടാട്ടമുളകും ഞാൻ വറുത്തു കേട്ടോ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ തന്നെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഞാൻ കുറച്ച് ചുവന്നുള്ളി നന്നാക്കി തോല് കളഞ്ഞ് അതിലേക്ക് കഴുകിയതിന് ശേഷം അതിലേക്ക് ഇട്ട്, പിന്നെ ഒരു 2 കൊണ്ടാട്ടമുളകും, ഒരു വലിയ കൊണ്ടാട്ടമുളകും ഒരു ചെറുതും എടുത്തിട്ട് അതിലേക്ക് പുളി പാകത്തിന് ഇട്ട് ഉപ്പ് ഒരു ലേശം ഇട്ടുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങോട്ട് ചൂടാറിയതിന് ശേഷം അതിനൊന്ന് കൂട്ടി തിരുമ്പി കുറച്ച് ചൂടാറിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൂട്ടാം. എന്നിട്ട് ഊണ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ണാൻ പറ്റും കേട്ടോ. നിങ്ങളതുപോലെ ചെയ്ത് നോക്കി നോക്കുക. ഞാൻ വെറുതെ പറയണതല്ല, നല്ല ടേസ്റ്റാണ്. നമുക്ക് പച്ചമുളകും, കാന്താരി മുളകും, ചുവന്നുള്ളിയും, പുളിയും ഉപ്പും ഇട്ടിട്ട് തിരുമ്പിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് വേറെ ടേസ്റ്റാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചോറ് വിളമ്പിയത്, ഉപ്പേരി വിളമ്പി, പിന്നെ നമ്മുടെ മെയിൻ താരം വിളമ്പി കൊണ്ടാട്ടമുളക് തിരുമ്പിയത്, പിന്നെ ഒരു കൊണ്ടാട്ടമുളക് വെച്ച് സാമ്പാർ വിളമ്പി, ഉള്ളി സാമ്പാർ ഒഴിച്ച് ഒരു പപ്പടം. ഇത്രയാണ് ഐറ്റംസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഓക്കെ, താങ്ക് യു.